ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗോള കത്തോലിക്ക സഭയോടൊപ്പം നമ്മളെല്ലാവരും നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സിറോ മലബാർ സഭയിൽ നോമ്പ് കാലത്തിന് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച നമ്മൾ മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ ആചരിച്ചു. ഈസ്റ്ററിന് ശേഷം കടന്നു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുന്നു. ഒരു മരണ തിരുനാളിനും വിശുദ്ധരുടെ തിരുനാളിനും ഇടയിൽ ഒരു നോമ്പുകാല ദൂരമുണ്ട്. നോമ്പിൻ്റെ ചൈതന്യവും അവിടെ തന്നെ അടങ്ങിയിരിക്കുന്നു. നമ്മളെയെല്ലാം നിത്യജീവനിലേക്ക് നയിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിൻ്റെ ആ ഒരു ചുവടുവയ്പ്പാണ് നമ്മളിലൂടെ ഈ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത്. നോമ്പുകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പല മൂല്യങ്ങളുണ്ട്, വാല്യൂസ് ഉണ്ട്. ലയോ 14 മാർപ്പാപ്പ ഈ 2026 നോമ്പുകാല സന്ദേശത്തിൽ പറഞ്ഞത് ദിസ് ഈസ് എ ടൈം ഓഫ് കൺവേർഷൻ എന്നാണ്. ഇത് ഒരു മനസാന്തരത്തിനുള്ള ഒരു അവസരമാണ് എന്നാണ്. നമുക്കറിയാം, നോമ്പുകാലം എന്ന് പറയുമ്പോൾ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് തരികയാണ്. ചിലതിൽ നിന്നൊക്കെ അകലം പാലിക്കുക, ചിലതിനോട് അടുപ്പം കാണിക്കുക. അകലം കാണിക്കുന്നത് നമ്മളെ ചില ആസക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ചില അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നോ. അടുപ്പം കാണിക്കേണ്ടത് നമുക്കറിയാം, പ്രധാനമായിട്ടും പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ സൽകൃത്യങ്ങളിലേക്കാണ്. ഇത് സംഭവിക്കുമ്പോൾ നമ്മളിലൂടെ വരുന്ന മാറ്റത്തിന് പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്, നോമ്പുകാലം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ക്രമപ്പെടുത്തലാണ്. അതായത് പ്രയോറിറ്റി ഞാൻ എന്തിനു കൊടുക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു. അത് ഭക്ഷണ സാധനങ്ങളാകാം, ചില ഇഷ്ടങ്ങളാകാം, ചില അറ്റാച്ച്മെൻറ്റ്സ് ആകാം, ചില യഥാർത്ഥ ബന്ധങ്ങളൊക്കെ ആകാം, ചില താല്പര്യങ്ങളൊക്കെ ആകാം. ഇതിൽ നിന്നെല്ലാം ഞാൻ എന്നെ തന്നെ മാറ്റിവെക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ സുഭിക്ഷതയിലും ദാരിദ്ര്യത്തിലും ജീവിക്കാൻ എനിക്കറിയാം, അതേ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എനിക്കറിയാമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാലമാണ് നോമ്പുകാലം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വിശ്വസ്തതയുടെ മാറ്റുരയ്ക്കുന്ന കാലഘട്ടമാണ്. ആത്മീയത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിശ്വസ്തതയുടെ കണക്കെടുപ്പാണല്ലോ. അതായത് ഞാനിങ്ങനെ പറയാറുണ്ട്, സ്പിരിച്വാലിറ്റി മീൻസ് ദ ഫിഡലിറ്റി ടു ദ തിങ്സ് ദാറ്റ് ആർ എൻട്രസ്റ്റഡ് ടു അസ്. നമ്മളെ ഭരമേൽപ്പിക്കപ്പെട്ട ചിലതിനോടുള്ള നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയുടെ പേരും കൂടിയാണ് ആത്മീയത. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഇടങ്ങളോട്, ഇടവകയോട്, കുടുംബത്തിലുള്ളവരോട്, തൊഴിലിടങ്ങളോട്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തതയുടെ കൂടി മറുപേരാണല്ലോ ആത്മീയത എന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മുടെ ഈ ആത്മീയതയുടെ മാറ്റുരയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കൺവേർഷൻ എക്സ്പീരിയൻസ്, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും എക്സ്പീരിയൻസ്. യഥാർത്ഥ അനുതാപം എന്തെന്നുള്ളത് നമ്മൾ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ, നിങ്ങളുടെ അനുതാപം നിങ്ങളെ തീഷ്ണതയിലേക്കും ഉത്സാഹത്തിലേക്കുമാണ് നയിക്കുന്നത്. അപ്പോൾ അനുതാപത്തിൻ്റെ ഫലങ്ങളായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് തീഷ്ണതയും ഉത്സാഹവുമാണ്. കൂടുതൽ ഉത്സാഹത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തിങ്കിലേക്ക്, സഹജീവികളിലേക്ക് നടന്നെടുക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം എന്നുള്ളത്. അത് സ്നേഹത്തിൻ്റെ ക്രമപ്പെടുത്തലാണല്ലോ. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഒരു ചുവട് കൂടി അപരനിലേക്കുള്ള നടപ്പാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ 3 കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഏതെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്, അത് ഉപവാസമാണ്, അത് ദാനധർമ്മമാണ്. സെൻറ്റ് തോമസ് അക്വിനാസ് പറയുന്നത് പോലെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ മെഡിസിൻ ഫോർ അവർ സ്പിരിച്വൽ ബാറ്റിൽ എന്നാണ്. നമുക്ക് ഒരു ആത്മീയ ഔഷധമാണിത്, ആത്മീയ യുദ്ധം നടത്താനുള്ള ആത്മീയ ഔഷധം. ഈ ഔഷധം ഈ 3 രൂപത്തിൽ, പ്രാർത്ഥനയായി, ഉപവാസമായി, ദാനധർമ്മമായി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ നോമ്പുകാലം കൂടുതൽ ഫലവത്താക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഈ നോമ്പുകാലം പ്രത്യേകിച്ച് മരിച്ചവരുടെ തിരുനാളിനും വിശുദ്ധരുടെ തിരുനാളത്തിനും ഇടയിലുള്ള ഈ നോമ്പ് കാലഘട്ടം ഫലവത്താക്കാൻ സിറോ മലബാർ സഭ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി.